ഹായ് ഫ്രണ്ട്സ്, നസീബാണ്. അപ്പോൾ നമ്മൾ സ്വന്തം നാട്ടിൽ പൊന്നാനിലോട്ടാണ്. അപ്പോൾ പൊന്നാനിൽ ചമ്പ്രോട്ട ജംഗ്ഷനിലുള്ളത്. അപ്പോൾ ഇവിടെ NH-66 ദേശീയപാത വികസനം ബന്ധപ്പെട്ടിട്ട് ഒരു മേൽപ്പാലം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കുറ്റിപ്പുറം ചാവക്കാട് ദേശീയപാതയിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വേറെ ഇവിടെ അല്ല, നമ്മളെ പൊന്നാനി ചമ്പ്രോട്ട ജംഗ്ഷനിൽ. അപ്പോൾ ചമ്പ്രോട്ട ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല, വെട്ടിച്ചിറ, പൊന്നാനി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. ദേശീയപാത 6 വരിയാക്കുന്നതിൻ്റെ ഭാഗമായാണ് മേൽപ്പാലം ഇവിടെ നിർമ്മിക്കുന്നത്. മേൽപ്പാല നിർമ്മാണം ഗതാഗതത്തെ ബാധിക്കാത്ത രീതിയിലാണ്. സർവീസ് റോഡുകളൊക്കെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷമാണ് ഇവിടെ മേൽപ്പാലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. തേനിപ്പലം മുതൽ പുതുപൊന്നാനി വരെ 20 ഇടങ്ങളിലാണ് ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി മേൽപ്പാലങ്ങളും അടിപ്പാതകളും നിർമ്മിക്കുന്നത്. ഗതാഗതത്തെ ബാധിക്കാത്ത രീതിയിൽ ബൈപ്പാസ് റോഡുകൾ ഉണ്ടാക്കിയ ശേഷമാണ് പാലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഫില്ലറിൻ്റെ വർക്കുകൾ ഏകദേശം ചില ഭാഗങ്ങളിലൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി പില്ലറിൻ്റെ പൈലിംഗ് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോൾ പാലം ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇൻ്റർലോക്ക് ചെയ്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കുകളും ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡായിട്ടാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയും പകലുമായിട്ടാണ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ കാണുന്ന മാതിരി ഫില്ലറിൻ്റെ പൈലിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത് മണ്ണുകൾ ഫില്ല് ചെയ്യുന്ന വർക്കുകളും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചമ്പ്രോട്ട ജംഗ്ഷൻ എന്ന ജംഗ്ഷൻ പൊന്നാനിയിൽ തന്നെ ഏറ്റവും നല്ല തിരക്കേറിയ ഒരു 5 റോഡുകൾ സംഗമിക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ്. പൊന്നാനിക്കാർ എന്ന രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ കൂടിയാണ് ചമ്പ്രോട്ട ജംഗ്ഷൻ. അപ്പോൾ ഏറ്റവും നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷൻ കൂടി ആണ് ഈ ചമ്പ്രോട്ട ജംഗ്ഷൻ. ഈ NH-66 ദേശീയപാതയുടെ ഭാഗമായി പൊന്നാനിക്ക് 3 പാലങ്ങളാണ് കിട്ടിയത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാലം ഈ ചമ്പ്രോട്ട ജംഗ്ഷനിലെ പാലം തന്നെയാണ്. കാരണം പൊന്നാനി എടപ്പാൾ റൂട്ടിലെ യാത്രയും അതേമാതിരി കുറ്റിപ്പുറം ചാവക്കാട് വഴിയും വളരെ ട്രാഫിക് നിറഞ്ഞ ഒരു ഭാഗമായിരുന്നു ഈ ചമ്പ്രോട്ട ജംഗ്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ പാലം വരുന്നതോടുകൂടി യാത്ര വളരെ എളുപ്പത്തിലാവും. ഫില്ലറിൻ്റെ പൈലും പ്രവൃത്തികളൊക്കെ വളരെ സ്പീഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി കുറേ ഫില്ലറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഡിവൈഡർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ആ കാണുന്ന പൈപ്പുകളെല്ലാം ഫില്ലറിന് വേണ്ടിയുള്ള കോൺക്രീറ്റ് ചെയ്യാനുള്ള പൈപ്പുകളാണ്. അപ്പോൾ കമ്പികളെ വർക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. JCB ഇട്ട് ഫില്ലറിനുള്ള കുഴിയെടുക്കുന്ന വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊന്നാനിക്കാർ എന്ന രീതി ഞങ്ങൾക്ക് ശരിക്കും മിസ്സിങ് തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ NH-66 ദേശീയപാതൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കൂടി ഇവിടുത്തെ കുറേ ഷോപ്പുകളൊക്കെ പൊളിച്ച് മാറ്റി. അപ്പോൾ ഞങ്ങൾക്ക് വൈകിട്ടൊക്കെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നതും കുറച്ച് നേരം സോറ പറയുന്നതൊക്കെ ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ ചമ്പ്രോട്ട ജംഗ്ഷൻ. അപ്പോൾ നല്ല മാറ്റങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഈ NH-ൻ്റെ വർക്ക് കഴിയുന്നതോടുകൂടി ഇവിടെ നല്ല തിരക്കേറിയ ഒരു റോഡായി മാറും. അതുകൊണ്ട് യാത്ര ചെയ്യാനും സുഗമമായി യാത്ര ചെയ്യാൻ കഴിയും. വീഡിയോയിൽ കാണുന്ന ഈ ഭാഗം കുറ്റിപ്പുറം പോകുന്ന വഴിയാട്ടം. ഇപ്പോൾ ഇവിടുത്തെ ഫില്ലറൊക്കെ കോൺക്രീറ്റ് ശേഷം നടന്നിട്ടുണ്ട്. ബാക്കി ഫില്ലറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റി കോൺക്രീറ്റ് ചെയ്യുന്ന കുഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവിടെ തന്നെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് പോകുന്ന മെഷീനുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണണമെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ആയിട്ടൊക്കെ വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.